Hello friends, welcome back to Kinz. Me Shamlal. Friends, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഫോട്ടോഷോപ്പ് ക്യാമറ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളൊക്കെ ആയി നമ്മുടെ ഐഒഎസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. സോ അതാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു റിവ്യൂ ആണെന്ന് തോന്നിയത്. നമ്മുടെ സാധാരണ ക്യാമറ പോലെയല്ല, ഇതിനകത്ത് ഒരുപാട് എഫക്റ്റ് ലെൻസും കാര്യങ്ങളൊക്കെ ഇവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് ഡൗൺലോഡൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് പറഞ്ഞ് നമുക്ക് സമയങ്ങളല്ല, നമുക്ക് നേരെ റിവ്യൂ കിടക്കാം. അതിനും വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഫോട്ടോഷോപ്പ് ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ അവരകത്ത് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് അഡോബിൻ്റെയാണ് ഈ ഫോട്ടോഷോപ്പ് ക്യാമറ. പിന്നെ 4.8 ഈ ഒരു ആപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അധികം ഡൗൺലോഡ്സ് ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ആയിരിക്കും ആദ്യം ഓപ്പണായി വരാം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ എടുക്കണം. ഇപ്പോൾ ഞാൻ ആകാശത്തിൻ്റെ ഒരു പിക്ചറാണ് ഇതിനകത്ത് സെലക്ട് ചെയ്യണത്. സോ ഒരു പിക്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പിക്ചർ ഒന്ന് എടുത്ത് നോക്കാം. പിക്ചർ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയും കാണാൻ സാധിക്കുക. അതിൻ്റെ അടിഭാഗത്തായിട്ട് അവർ ഇതിനകത്ത് കുറച്ച് ഓപ്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ലെൻസസ് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ലെൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ലെൻസസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു എഫക്റ്റ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ആ ഒരു എഫക്റ്റാണ് സെലക്ട് ചെയ്യണേ. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത എഫക്റ്റാണ്. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ എടുത്ത ആ ഒരു ആകാശവും ഇപ്പോൾ ഈ ഒരു എഫക്റ്റ് ഇട്ട് ഈ ഒരു ആകാശവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു ആകാശത്തിൻ്റെ നീല കളറും പിന്നെ അവിടെ ഒരു ഭൂമിയൊക്കെ നമ്മൾ നല്ല കാണാൻ ലുക്ക് ഉണ്ട്. ഈ ഒരു ലെൻസിൽ തന്നെ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കിത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എന്തോ ഒരു വെള്ള കളർ എന്തോ ഒരു സംഭവം അത് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭൂമിയുടെ വലിപ്പം കൂട്ടാനും വലിപ്പം കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതൊക്കെ ഇതിനകത്ത് ഒരു പ്ലസ് പോയിൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് ഇതിനകത്തെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മുടെ ഷാഡോ, ഹൈലൈറ്റ്, ക്ലാരിറ്റി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ അത് മുകളിൽ ഡൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ ഫിൽറ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അപ്ലൈ ചെയ്യണതായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ ഉണ്ട്. നമ്മൾ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു നമ്മുടെ ഒരു പിക്ചർ നമുക്ക് എന്തോരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ആ ഒരു പിക്ചർ നമ്മൾ ചെറുതാക്കി കാണിച്ചു തരാം. നമുക്ക് നെക്സ്റ്റ് നന്നായിട്ടൊന്ന് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഇതുപോലെ ചെറുതാവണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വലുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിക്ചറിൻ്റെ എന്തോരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവമാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ ലെൻസസ് അവൈലബിൾ ആണ്. ലെൻസസും എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആകാശത്തിൻ്റെ പിക്ചർ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കിപ്പോൾ നമ്മുടെ പിക്ചറൊക്കെ എടുത്ത് തന്നെ നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ലൈവായിട്ടുള്ള എഫക്റ്റുകളും ലെൻസസൊക്കെ അവൈലബിൾ ആണ്. സോ ഞാനിപ്പോൾ ഈ ഒരു എഫക്റ്റ് എടുത്തേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മൾ നേരത്തെ എടുത്ത ആകാശത്തിൽ കൂടെ നമ്മുടെ എന്തോ ഒരു പേര് പറയും, നമ്മുടെ വാൽനക്ഷത്രം പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പുതിയ ലെൻസസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക. ഇതിനകത്ത് ഒരുപാട് ലെൻസസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു ലെൻസാണ് ആഡ് ചെയ്യണത്. സോ ഈ ഒരു ലെൻസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഒരുപാട് വേറെ ലെൻസസ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു ലെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവണതായിരിക്കും. സോ നമ്മൾ ഇനി ആഡ് ലെൻസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡിംഗ് എന്ന് കാണിക്കും. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ കാണിക്കും. ജസ്റ്റ് ഒരു ഓപ്പണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓപ്പണുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് നമ്മുടെ പിക്ചറിൽ അപ്ലൈ ആവണതായിരിക്കും. ഇപ്പോൾ നേരത്തെ കണ്ട ഒരു പിക്ചറല്ല, നല്ല വ്യത്യാസമുണ്ട്, കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട എഫക്റ്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ കണ്ട അതേ ലെൻസൊക്കെ നമുക്ക് ഈ ഒരു പിക്ചറിൽ അപ്ലൈ ആവണതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു പിക്ചറാണ് അപ്ലൈ ചെയ്യണേ.
അതിനുശേഷം നമുക്ക് ഈ ഒരു പിക്ചർ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ നമുക്ക് ഇത് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ മെസ്സേജ്, വാട്സാപ്പൊക്കെ വഴി നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാനിപ്പോൾ ഷെയർ ഒന്നും ചെയ്യണില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഈ ഒരു ഇമേജ് സേവ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫയലിനുള്ള ഒരു പെർമിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ഇമേജ് സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഗാലറി പോയിട്ട് ആ ഒരു ഇമേജ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിൽ സേവ് ആയി കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഇമേജ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലാരിറ്റിക്കൊന്നും വലിയ കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോഷോപ്പ് ക്യാമറയിൽ ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോയുടെ അവസാനിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.